നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുന്നിലുള്ള ഈ പഠന സഹായിയെ അടിസ്ഥാനമാക്കി നമ്മൾ ഇന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഹാരിസൺ ബെർജറോൺ എന്നൊരു ക്ലാസിക് കഥയെക്കുറിച്ചാണ്. അതെ. കഥ നടക്കുന്നത് 2081-ലാണ്. അപ്പോൾ അവിടുത്തെ ലോകം, അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു തികഞ്ഞ സമത്വം, അങ്ങനെയുള്ള ഒരിടമാണ്. ആരും മറ്റൊരാളേക്കാൾ സുന്ദരനോ ബുദ്ധിമാനോ അല്ലെങ്കിൽ ശക്തനോ അല്ല. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഈ തുല്യത എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതാണ് ഏറ്റവും ഭീകരമായ കാര്യം. അതിന്റെ യഥാർത്ഥ വില എന്താണ്? ഈ ചോദ്യങ്ങളിലൂടെ നമുക്കതൊന്ന് അഴിച്ചെടുത്ത് പരിശോധിക്കാം. തീർച്ചയായും. ഇവിടെ ഏറ്റവും പ്രധാനം ഈ കഥ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അതായത് വ്യക്തിപരമായ കഴിവുകളെയും സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കി ഒരു തരം നിർബന്ധിത സമത്വം. അതെ, അത് അടിച്ചേൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു ഭീകരമായ ചിത്രമാണ് നമുക്ക് മുന്നിൽ വരുന്നത്. അതെ. അപ്പോ ആദ്യത്തെ ചോദ്യം തന്നെ അതാണ്. എന്തിനാണ് എഴുത്തുകാരൻ ഇത്ര ഇരുണ്ട ഒരു ഭാവിയെ വരച്ചു കാട്ടുന്നത്? നിങ്ങളുടെ ഈ രേഖകൾ പ്രകാരം തുല്യത എന്ന നല്ലൊരു ആശയത്തെ അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചാൽ എന്തൊക്കെ അപകടങ്ങളുണ്ടാകാമെന്ന് കാണിക്കാൻ. കൃത്യമായി. എല്ലാവരെയും ഒരുപോലെ ആക്കാൻ നിർബന്ധിക്കുന്നത് വ്യക്തിത്വം, പിന്നെ സൗന്ദര്യം, സ്വാതന്ത്ര്യം, ഇതിനെയെല്ലാം എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. ഈ ലോകത്ത് ആളുകളെ തുല്യരാക്കുന്നത് ഹാൻഡിക്യാപ്പുകൾ അല്ലെങ്കിൽ ഒരു തരം വൈകല്യങ്ങൾ നൽകിയിട്ടാണ്. അതെ. ജോർജ് എന്ന കഥാപാത്രത്തിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തിന് തന്റെ ഹാൻഡിക്യാപ്പുകളെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ജോർജ് അത് ജീവിതത്തിന്റെ ഒരു സാധാരണ ഭാഗമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഓ. താനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ലെന്നാണ് ഭാര്യയോട് പറയുന്നത്. സമൂഹം പൗരന്മാരെ എത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണത്. അപ്പോ അദ്ദേഹത്തിന്റെ ചിന്തകളെ തടസ്സപ്പെടുത്താൻ ഇയർഫോണിലൂടെ ഇടയ്ക്കിടെ വലിയ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നു. അതെ, ഭയങ്കരമായ ശബ്ദങ്ങൾ. എന്നിട്ടും ആളുകൾ നിയമങ്ങൾ ലംഘിക്കാൻ തുടങ്ങിയാൽ സമൂഹം തകരുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം, ആളുകൾ അവരുടെ ഹാൻഡിക്യാപ്പുകൾ നീക്കം ചെയ്ത് മത്സരിക്കാൻ തുടങ്ങിയാൽ അവർ അസമത്വത്തിന്റെയും സംഘർഷത്തിന്റെയും ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തിരികെ പോകുമെന്നാണ്. പഴയതുപോലെ. അതെ. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നതിന് പകരം നിലവിലുള്ള ഈ അടിച്ചമർത്തലിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് കഥാനായകനായ ഹാരിസന്റെ വരവ്. അയാൾ തന്റെ ഹാൻഡിക്യാപ്പുകൾ വലിച്ചെറിയുന്നു. അതൊരു സാധാരണ പ്രവൃത്തിയല്ല, അല്ലേ? അതിനൊരു പ്രതീകാത്മക അർത്ഥമുണ്ട്. തീർച്ചയായും. ഹാരിസൺ തന്റെ ഹാൻഡിക്യാപ്പുകൾ വലിച്ചെറിയുന്നത് അടിച്ചമർത്തലിനെതിരായ ഒരു വിപ്ലവമാണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം, മികവ്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഒരു പ്രതീകമാണ്. ആ വിപ്ലവം അയാൾ നടത്തുന്നത് ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ വെച്ചാണ്, അതും ഒരു നൃത്തത്തിലൂടെ. എന്തിനായിരുന്നു ആ ഒരു പൊതുപ്രകടനം? അതൊരു ശക്തമായ പരസ്യമായ ഒരു വെല്ലുവിളിയായിരുന്നു. ശരിയാണ്. സർക്കാർ ഏർപ്പെടുത്തിയ ഈ വൈകല്യങ്ങളാൽ തളച്ചിടാത്ത യഥാർത്ഥ സ്വാതന്ത്ര്യവും സൗന്ദര്യവും പിന്നെ മനുഷ്യന്റെ കഴിവും എന്താണെന്ന് ലോകത്തെ കാണിക്കാൻ അയാൾ ആഗ്രഹിച്ചു. മറ്റുള്ളവർക്കൊരു പ്രചോദനം നൽകാൻ. അതെ. എല്ലാ നിയന്ത്രണങ്ങൾക്കിടയിലും മനുഷ്യന്റെ ആത്മാവിനെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കാനുള്ള മനോഹരവും ധീരവുമായൊരു ശ്രമമായിരുന്നു ആ നൃത്തം. എന്നാൽ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. ഹാൻഡിക്യാപ്പർ ജനറൽ ഡയാന മൂൺഗ്ലാമ്പേഴ്സ് അവരൊരു തോക്കുമായി വന്ന് ഹാരിസനെയും കൂടെ നൃത്തം ചെയ്ത ആ ചക്രവർത്തിനെയും വെടിവെച്ചു കൊല്ലുന്നു. അതെ, ആ ഒരൊറ്റ രംഗം ആ ഭരണകൂടത്തിന്റെ ക്രൂരത മുഴുവൻ തുറന്നു കാട്ടുന്നുണ്ട്. വ്യക്തിത്വത്തിന്റെ ഏതൊരു പ്രകടനത്തെയും അവർ നേരിടുന്നത് മാരകമായ ബലം പ്രയോഗിച്ചാണ്. മികവിനെ അവർ നിരുത്സാഹപ്പെടുത്തുകയല്ല, ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഈ ഹാൻഡിക്യാപ്പ് നിയമങ്ങൾ എല്ലാവരെയും തുല്യരാക്കുന്നതിൽ ശരിക്കും വിജയിച്ചോ? ഒരു തരത്തിൽ. ഉപരിതലത്തിൽ നോക്കിയാൽ അതെ. എങ്ങനെ? എല്ലാവരെയും ഒരുപോലെ കഴിവില്ലാത്തവരാക്കി അവരൊരു തരം തുല്യത കൈവരിച്ചു. എന്നാൽ അതിന്റെ വില ഭീമമായിരുന്നു. കല, ആഴത്തിലുള്ള ചിന്ത, മികവ്, സ്വാതന്ത്ര്യം, ഇതൊന്നുമില്ലാത്തൊരു സമൂഹം. അതെ, അതൊരു പൊള്ളയായ അടിച്ചമർത്തപ്പെട്ട തുല്യതയായിരുന്നു. അപ്പോൾ ഈ കഥയുടെ പ്രധാന സന്ദേശം എന്താണെന്ന് നമുക്കെങ്ങനെ സംഗ്രഹിക്കാം? നിങ്ങളുടെ രേഖകൾ പറയുന്നതുപോലെ പ്രധാന സന്ദേശം അമിതമായ നിർബന്ധിത സമത്വത്തിനെതിരായ ഒരു മുന്നറിയിപ്പാണ്. അതായത് ഉള്ളവരെ ശിക്ഷിച്ച് എല്ലാവരെയും ഒരുപോലെയാക്കുന്നതല്ല. ശരിയാണ്.
മനുഷ്യന്റെ വ്യക്തിത്വത്തെ ആഘോഷിക്കുകയും അതിനെ നശിപ്പിക്കുന്നത് മനുഷ്യത്വത്തെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയുമാണ് ഈ കഥ ചെയ്യുന്നത്. ഇതിൽ രസകരമായ ഒരു ചോദ്യമുണ്ട്. ഈ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല വശങ്ങൾ കണ്ടെത്താനാവുമോ? അത് സൈദ്ധാന്തികമായി ഒരു നല്ല വശമുണ്ട്. അതെന്താണ്? അതായത് ബുദ്ധി, സൗന്ദര്യം അല്ലെങ്കിൽ ശക്തി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മത്സരം പൂർണ്ണമായും ഇല്ലാതാക്കി. ആർക്കും മറ്റൊരാളെക്കാൾ മികച്ചവനാകാൻ കഴിയില്ല. അപ്പൊ ആർക്കും താഴ്ന്നവരാണെന്ന് തോന്നേണ്ടതില്ല. അതെ, ഇതൊരു പക്ഷേ അസൂയയും സാമൂഹിക മത്സരവും ഇല്ലാതാക്കിയേക്കാം. എന്നാൽ അതിന്റെ പോരായ്മകൾ വളരെ വലുതാണല്ലോ. അതെ, പോരായ്മകൾ ഭയാനകമാണ്. 1, സ്വാതന്ത്ര്യമില്ല. ഉം. 2, സൗന്ദര്യമോ മികവോ ഇല്ല. കാരണം അതിന് കഴിവ് ആവശ്യമാണ്. അത് നിയമവിരുദ്ധമാണ്. ശരിയാണ്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും അത് മനുഷ്യന്റെ ആത്മാവിനെ തകർക്കുന്നു എന്നതാണ്. കഴിവുകേടിനെയാണ് അത് ആഘോഷിക്കുന്നത്. ഹാരിസിനെ പോലുള്ള പ്രതിഭകളെ കുറ്റവാളികളായി കാണുന്നു, കൊല്ലുന്നു. അതെ, കഥയുടെ അവസാനം ഇതിലും ഭീകരമാണ്. ഹാരിസന്റെ കൊലപാതകത്തിനു ശേഷം TV സ്ക്രീൻ കറുപ്പായി. അവന്റെ അമ്മയായ ഹെയ്സൽ കരയുകയായിരുന്നു. പക്ഷേ എന്തിനാണ് കരഞ്ഞതെന്ന് അവർക്ക് ഓർമ്മയില്ല. അതെ, അത് ആ ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ വിജയത്തെയാണ് കാണിക്കുന്നത്. അവർക്ക് വിപ്ലവകാരികളെ കൊല്ലാൻ മാത്രമല്ല, ആ വിപ്ലവത്തെക്കുറിച്ചോ ദുരന്തത്തെക്കുറിച്ചോ ഓർക്കാൻ പോലും കഴിയാത്ത ഒരു ജനതയെ സൃഷ്ടിക്കാനും കഴിഞ്ഞു. കൃത്യമായി ഹേസലിന്റെ മറവിയും ജോർജിന്റെ ഹാൻഡിക്യാപ്പും ചേരുമ്പോൾ ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മകൾ പോലും രൂപപ്പെടാൻ കഴിയാത്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. സങ്കടകരമായ കാര്യങ്ങൾ മറന്നേക്കൂ എന്ന ജോർജിന്റെ ആ അവസാന വാചകം, അത് ആ സമൂഹത്തിന്റെ മുഴുവൻ തത്വശാസ്ത്രത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായും അസ്വസ്ഥതകളില്ലാത്ത ഒരു ജീവിതത്തിനായി അറിവില്ലായ്മയെ പുണരാനുള്ള ഒരു നിർദ്ദേശമാണത്. ആ സമാധാനത്തിന്റെ വില മനുഷ്യത്വം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? തുല്യത എന്ന ആശയത്തെക്കുറിച്ചുള്ള ശക്തമായൊരു വിമർശനമാണ് ഈ കഥയും അതിനെക്കുറിച്ചുള്ള ഈ വിശകലനവും നമുക്ക് നൽകുന്നത്. ഇത് നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. സംഘർഷങ്ങളില്ലാത്ത ഒരു ലോകമാണോ നമുക്ക് വേണ്ടത്? അതിന് സ്വാതന്ത്ര്യവും മഹത്വവും ബലി കൊടുക്കേണ്ടി വന്നാലും? അതോ മനുഷ്യന്റെ കഴിവിനെയും അതിന്റെ വൈവിധ്യങ്ങളെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കഥ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിലും ഇന്നത്തെ കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെയും സാമൂഹിക സമ്മർദ്ദങ്ങളുടെയും ഫലമായി ഏതൊക്കെ സൂക്ഷ്മമായ വഴികളിലാണ് നമ്മൾ ഒരുതരം ഹാൻഡിക്യാപ്പിംഗ് പ്രോത്സാഹിപ്പിക്കുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. സൗകര്യപ്രദമായ ഒരു ശരാശരിക്ക് വേണ്ടി മികവിനെ തളർത്താനോ താഴ്ത്തിക്കെട്ടാനോ ഉള്ള ഒരു സമ്മർദ്ദം നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ആ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ വിശകലനത്തിന് സമയം ഇവിടെ അവസാനിക്കുന്നു.